കൊല്ലം ഭരിച്ച കോൺഗ്രസ് ഒരു 5 കൊല്ലം കൂടി തുടർന്നാൽ ഇവിടെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണം കോൺഗ്രസും BJPയും തമ്മിലല്ല, കോൺഗ്രസും മറ്റു മതനിരപേക്ഷ കക്ഷികളുമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വളരെ ബുദ്ധിപൂർവകമാണ്. നിങ്ങൾ ആലോചിച്ചാൽ വേഗം മനസ്സിലാവും. ഞാനിത് ചുരുക്കുകയാണ്. ഉത്തർപ്രദേശിലെ ബ്രാഹ്മിൻ ലോബി ആദ്യം മായാവതിയെ പിന്തുണച്ചു. മായാവതി വന്നപ്പോൾ മുലായമിനെതിരെ, മുലായമിനെ UPയിലെ സാധാരണക്കാരൻ നേതാജി എന്ന് വിളിച്ചു. നേതാജിയും മുലായമിനും എന്ത് ബന്ധം? നേതാജി എന്റെ സ്വപ്നത്തിൽ ഇടമുള്ള ആളാണ്. മുലായമിന് അങ്ങനെ കിട്ടുമോ? ഞാൻ മരിക്കുന്നവരെ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നേതാജി എന്ന് മുലായമിനെ വിളിക്കുന്നിടത്തേക്ക് ഉത്തരേന്ത്യയിലെ ഒരു സാധാരണക്കാരൻ മാറി. മുലായമിനെ പ്രതിരോധിക്കാൻ ബ്രാഹ്മിൻ ലോബി എന്തു ചെയ്തു? മായാവതിയെ പിന്തുണച്ചു. UPയിൽ ബ്രാഹ്മണ സമൂഹം ഗണ്യമാണ്. അവർ അവരുമായി സഹകരിച്ചു. മുസ്ലിംകളിൽ ഒരു വിഭാഗവും ഇതുമായി സഹകരിച്ചു. മായാവതി അധികാരത്തിൽ വന്ന് മുലായമിനെ തറപറ്റിച്ചു. മുലായം മാറി നിൽക്കേണ്ടി വന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുലായം തിരിച്ചടിച്ചു. മുസ്ലിംകൾ ഏറെക്കുറെ എൻ ബ്ലോക്കായി മുലായമിന്റെ കൂടെ. ഇവരെന്താ ചെയ്തത്? ബ്രാഹ്മിൻ ലോബി, സവർണ ലോബി ചെയ്തത് എന്താ? അവർ ചെയ്തത് മുലായമിന്റെ സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് മായാവതി, ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യയിലെ 3ാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ കക്ഷിയായി BSP മാറുമ്പോഴും ഈ ബ്രാഹ്മിൻ ലോബി ഇപ്പുറത്തേക്ക് മാറിയതിന്റെ ഫലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയറിലും മാറ്റം വന്നു, സീറ്റ് ഷെയറിൽ വലിയ മാറ്റം. മായാവതിയെ ഒതുക്കാൻ ഇവരുടെ ശ്രമിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മണ്ഡൽ രാഷ്ട്രീയം നാളെ ഇന്ത്യയിൽ കരുത്താർജിക്കാതിരിക്കാൻ വേണ്ടി അവർ നടത്തിയ ബോധപൂർവകമായ ഇടപെടലാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ബീഹാറിലും. ശരിക്ക് UPയിൽ മുലായം സിംഗ് യാദവും ബീഹാറിൽ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ശരദ് യാദവും ഒരിത്തിരി യാഥാർത്ഥ്യം ബോധം കാണിച്ചിരുന്നെങ്കിൽ ഈ 100-150 സീറ്റുള്ള ഈ 2 സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്ഥിതി മാറിയാൽ ഇവിടെ എന്ത് സംഭവിക്കുന്ന പറയുന്നു? ഇവിടെ എന്താ സംഭവിച്ചത്? നിതീഷ് കുമാർ നരേന്ദ്രമോദിക്കെതിരെ നിലപാട് സ്വീകരിച്ച അന്നെങ്കിലും ഇന്നലെ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ച രാഷ്ട്രീയ വിവേകം അന്നാണ് കാണിക്കേണ്ടിയിരുന്നത്. കാണിച്ചിരുന്നെങ്കിൽ ബീഹാർ നഷ്ടപ്പെട്ടു പോവില്ല. മുലായം സിംഗ് യാദവും മായാവതിയും തമ്മിൽ രാഷ്ട്രീയ കരാറുണ്ടെങ്കിലോ? ഇതെല്ലാം നമ്മൾ കേവലം സ്വപ്നങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗമാണ്. ഒരാൾ ഡൽഹിയിലും ഒരാൾ ലക്നൌവിലും എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീരില്ലേ? ഒരാൾ ഡൽഹി, മുലായമോ മായാവതിയോ ദില്ലിയിൽ, രണ്ടിലൊരാൾ ലക്നൌവിൽ എന്ന് തീരുമാനിച്ചാൽ എന്താ പ്രശ്നം? ഇതിനാരും മുൻകൈയെടുക്കും? കുംഭകർണന് നേരമില്ല. ഇവിടെ പ്രശ്നം ഇതിന് മുൻകൈയെടുക്കാൻ ആള് വേണം. എപ്പോഴും ഇത്തരം രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു കുറവ് ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും പഞ്ചാബ്, രാഷ്ട്രീയത്തിലൊരു മാറ്റവും വന്നില്ലല്ലോ. എവിടെയാണ് അപകടമുണ്ടായത്? മഹാരാഷ്ട്ര, തെലുങ്കാന, സീമാന്ധ്ര, UP, ബീഹാർ. വേറെ എവിടെ പ്രശ്നം? ആന്ധ്രാപ്രദേശിന്റെ വിഭജനം തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കൊണ്ടുവച്ചു. തലേന്ന്. ഇതിനും ഭേദം തെലുങ്കാന മാത്രമേ പോവുകയായിരുന്നുള്ളൂ. സീമാന്ധ്രയെങ്കിലും കിട്ടിയാൽ, ആ ഭാഗത്തെ സീറ്റുകളെങ്കിലും കിട്ടിയാൽ. രണ്ടും പോയി. കുംഭകർണന്മാർ ഉണരേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പാണ്.
നയങ്ങൾ രൂപീകരിക്കുമ്പോഴാണ്. മഹാരാഷ്ട്രയിൽ ശരത് പവാർ അതിമാനുഷ്യനായ ഒരു ദേശീയ നേതാവായി. അദ്ദേഹം ഒരു വലിയ പ്രശ്നമുയർത്തി കോൺഗ്രസുമായി തെറ്റി. ശരത് പവാറിനെ കൂട്ടാനല്ല ശ്രമിച്ചത്, ശരത് പവാറിനെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം ഇന്ന് അനാരോഗ്യം കൊണ്ട് വിഷമിക്കാൻ പഴയതുപോലെ ചടുലമായി മഹാരാഷ്ട്രയിലെ വിസ്തൃതമായ തെരുവീതിയിലെത്താൻ ശരത് പവാറിനെ ആരോഗ്യം സമ്മതിക്കുന്നില്ല. ശരത് പവാറിന് പകരം മറ്റൊരാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തായാലുമില്ല, ഒരു മകനില്ല, മകളേ ഉള്ളൂ. ആ ഗ്യാപ്പ് നികത്താൻ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നടപടിക്രമവും സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവം, ഈ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുമായി. ഇന്ന് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പാകമായ ഇന്ത്യയുടെ മണ്ണിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായി. ഇന്നലെ അഫ്ഗാനിസ്ഥാനിലെ ഹിറാത്തിൽ നമ്മുടെ എംബസി ഓഫീസിൽ ബോംബ് വെച്ചു. കോഴിക്കോട്ട് റെയിൽവേയിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ ഇതുമായി കൂട്ടിക്കെട്ടാൻ ശ്രമമുണ്ടായി. നമ്മൾ വളരെ ഒരു ഫിത്ന. ഞാൻ ഈ അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് ഈ ആശയം തലയിൽ കുറെ കൂടി ഗൗരവതരമായി രൂപം കൊണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഒരു ഫിത്ന തുടങ്ങുന്ന നേരത്ത് അതിന് ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് ആ ഫിത്ന വ്യാപിച്ച് സമൂഹത്തിലാകെ അരാജകാവസ്ഥയും അരക്ഷിതാവസ്ഥയും വരുമ്പോൾ ഇത് തുടങ്ങി വെച്ചയാൾ നിർത്തണമെന്ന് ആഗ്രഹിച്ചാലും നിർത്താൻ കഴിയും. അതാണ് ഈ ഫിത്നയുടെ പ്രശ്നം. ഇത് തുടങ്ങിയ ആൾക്ക് അന്ന് ചെറിയ കേവലമായ രാഷ്ട്രീയ ലക്ഷ്യമേ ഉണ്ടാവും. എന്നാൽ ഒരിക്കലും ഒരു ഫിത്ന തുടങ്ങിയാൽ അത് ഭീകരരൂപിയായി ഒരു സമൂഹത്തെ വേട്ടയാടുന്ന ഘട്ടത്തിൽ പരിക്ഷീണിതനായി കുറ്റബോധത്തോടുകൂടി ഇതൊന്ന് അവസാനിച്ചാൽ മതി എന്ന് തുടങ്ങിയയാൾ ആഗ്രഹിച്ചാലും നിർത്താൻ കഴിയില്ല. ഇവിടെ വിവിധ ഏജൻസികളുണ്ട്. ഒന്ന്, BJPക്ക് 31%, ഒരു 40% ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തും ചെയ്യാം. 2, ജനങ്ങളുടെ പിന്തുണയില്ലാതെ സഭയിൽ ഭൂരിപക്ഷം നേടിയ BJPയുടെ അസഹിഷ്ണുത പുലർത്തുന്ന ആളുകൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. 3, ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ഈ അവസരം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. വളരെ ശ്രദ്ധയോടുകൂടി ഒരു ജനത മുന്നോട്ട് വരേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഇതൊരു മുസ്ലിം പ്രശ്നമായി ചിത്രീകരിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. ഇതുപോലൊരു അസംബന്ധമാണ്. ഇതെങ്ങനെ മുസ്ലിങ്ങളെ ബാധിക്കുക? എനിക്ക് മനസ്സിലാവും. ഇതെങ്ങനെ മുസ്ലിങ്ങളെ ബാധിക്കുക? ഇതാരാണിത് പറഞ്ഞത്? ഇതാരാണിത് പറയാൻ ശ്രമിക്കുന്നത്? ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നം. ഏതിന്ത്യ? ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ അതെന്ത് മുസ്ലിങ്ങൾക്കുള്ളൊരു ആനുകൂല്യമായിട്ടാണ് ചില കേന്ദ്രങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ പല്ലവി പാടാറുണ്ട്. സത്യത്തിൽ നിർഭാഗ്യകരമെന്നല്ല പറയേണ്ടത്, ആത്മഹത്യാപരം എന്നാണ്. ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നേ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും വളരെ വ്യക്തമായ കാര്യം ഉൾക്കൊള്ളണം. ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്, അല്ലാതെ മറ്റൊരു പ്രശ്നം ഇവിടെ ഇല്ല. ഈ ഭരണഘടന വേണോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നം. അടുത്ത 2-3 കൊല്ലം ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിലെ എന്താ
മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സഹായകമാകുമാറ് നിലപാടുകളിൽ അഴിച്ചുപണി നടത്തുകയാണ്. അടുത്ത 3 കൊല്ലം 2-3 കൊല്ലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യയിൽ. ഒന്ന്, ഇന്ത്യയുടെ പാർലമെന്റ് 2 സഭകളാണ്. 2 സഭകളും അംഗീകരിച്ചാലേ കാര്യം നടക്കും. ഇന്ന് സ്ഥിതിഗതികൾ അതല്ല. അതിന്റെ അർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമാണെന്നാണ്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 1-2 കൊല്ലമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും രാഷ്ട്രീയമായ പുനരണി ചേരലിന് സഹായകമായ നിലപാട് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സ്വീകരിക്കേണ്ട സമയം. 2, ഗുജറാത്ത് അല്ല ഇന്ത്യ എന്ന് മോദിക്ക് 6 മാസം കൊണ്ട് തെളിയും. ഈ യൂത്ത് ലീഗുകാർ മനസ്സിലാക്കണം. ഗുജറാത്ത് അല്ല ഇന്ത്യ. പിണറായിക്ക് മനസ്സിലായ പോലാണ്. പാർട്ടിക്കകത്തൊക്കെ കളിക്കാൻ പറ്റും, പുറത്തെ കാര്യമാവും. അതുകൊണ്ടാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയപ്പോൾ നരേന്ദ്രമോദി വിധിപ്പിപ്പോയി. ഇത് ഞാൻ കണ്ട എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഗുജറാത്തി അല്ലിത്. തലപ്പാവ് വെച്ച ഹിമാചൽ പ്രദേശിലെ പ്രമാണിയായ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വടക്കേ ഇന്ത്യയിലെ രാജസ്ഥാനിലെ മധ്യപ്രദേശിലെ രാജകുടുംബാംഗങ്ങൾ തലപ്പാവ് വെച്ച് സംഭ്രമമുണ്ടാക്കുന്ന, ഭീതി പരത്തുന്ന ഒരു വലിയ സദസ്. മിസ്റ്റർ മോദി, അത് BJPയുടെ ഒരു ദേശീയ രൂപമാണ്. പക്ഷേ താങ്കൾ പാർലമെന്റിന്റെ അടുത്ത ദിവസം, ആദ്യ ദിവസം താങ്കൾ കാണാനിരിക്കുന്നത് കുറെ കൂടി വ്യത്യസ്തമായ ഒരു ഇന്ത്യ. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവിടെ വരും. ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ പ്രതിലോമകാരികൾക്കെതിരായ ശബ്ദമാണ്. ഇന്ന് ജയിലുകളുടെ കയ്യിലാണെങ്കിലും ശരി, അത് EV രാമസ്വാമി നായിക്കരുടെ ശബ്ദമാണ്. അത് തിരുക്കുറളിന്റെ മണ്ണിൽ നിന്ന് ജന്മം കൊണ്ടതാണ്. ഈ മഹത്തായ EV രാമസ്വാമി നായിക്കർ ദ്രാവിഡ രാഷ്ട്രീയം. ആ ദ്രാവിഡ രാഷ്ട്രീയം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന അണ്ണാദുരൈ, ആ അണ്ണാദുരയെ വിസ്മരിക്കാതിരിക്കാൻ DMKയുടെ മുമ്പിൽ അണ്ണാ ചേർത്ത് MG രാമേന്ദ്രൻ രൂപം നൽകിയ അണ്ണാ DMK ഇന്ത്യയിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു ഫലകമായി, ഒരു പരസ്യ ഫലകയായി. ഒരു പക്ഷേ രാമപക്ഷയെ ക്ഷണിച്ചപ്പോൾ അവർ എതിർത്തു എന്ന ഒരു ചെറിയ ന്യായത്തിന്റെ ഒരു ബലത്തിലല്ല ഞാനിത് പറയുന്നത്, മറിച്ച് ഉരുത്തിരിഞ്ഞു വരുന്നത് അങ്ങോട്ടാണ്. ഇവിടെ BJP ചെയ്തത് മണ്ഡൽ രാഷ്ട്രീയം തകർക്കാൻ നടത്തിയ വളരെ ബുദ്ധിപൂർവകമായ ഒരു നീക്കം. ഈ ക്യാമ്പിൽ ഭിന്നപ്പുണ്ടാക്കി. ഇവരൊന്നിച്ചു നിന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ പ്രശ്നം, അവൻ വലിയ ദുരഭിമാനിയാണ്. അഭിമാനിയാണ് ആവേണ്ടത്, ദുരഭിമാനം ശരിയല്ല. പക്ഷേ ആത്മാഭിമാനം അതിര് കടക്കുമ്പോൾ ദുരഭിമാനമായി മാറും. അതിന്റെ അർത്ഥം ജസ്വന്ത് സിംഗ് ഇന്ന് അദ്വാനിയെ കാണാൻ പോയത് അടക്കമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കേവലം എന്താ പറയുക, അധികാരമുള്ളയിടത്ത് ചേക്കര നടത്തിയ ഒരു ശ്രമം മാത്രമായിട്ടല്ല കാണേണ്ടത്. മറിച്ച് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സർക്കുലർ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. എല്ലാ മന്ത്രാലയവും നേരിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ സൂചന എന്താണെന്നറിയോ? ഗുജറാത്തിൽ അങ്ങനെയാണ്. എല്ലാം ഞാനറിയും. അത് ജനായത്ത വിരുദ്ധമാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്ന മന്ത്രിസഭാ ആശയത്തിനെതിരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ആ വനിതയുടെ പേര് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇത്ര സമർത്ഥയായ ഒരാൾ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുമ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഈ വനിതക്ക്, ഈ സഹോദരർക്ക് സാധ്യമാണെങ്കിൽ അവരെന്തായാലും പാർട്ടിയിലും സമൂഹത്തിലും അറിയപ്പെടുന്നവരും കഴിവുള്ളവരുമാകാതെ നിവൃത്തിയില്ല. അവരുടെ പേര് നമ്മൾ കേട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല.
അപ്പൊ അധികാര കേന്ദ്രീകരണമായിരുന്നു അവിടെ നടന്നത്. ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ ഘടകം ഞാൻ പറയാൻ പോണ അതാണ്. ഡൽഹിയിലെ ICS എന്ന് പറയുന്നത് നരേന്ദ്രമോദി കാണാനിരിക്കുന്നത്. ഈ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുന്ന IAS-കാരന്റെ മനസ്സ്, IFS-കാരന്റെ മനസ്സ്, IPS-കാരന്റെ മനസ്സ്, അവര് വരുന്നത് അവിടുത്തെ കുബേര കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഈ വടക്കേ ഇന്ത്യയിലെ എന്താ പറയാ ഉന്നത കുടുംബ സാഹചര്യങ്ങൾ വരുന്നവരാണ് അവരെല്ലാം. അധികാര കേന്ദ്രീകരണത്തിലേക്ക് കാര്യം വരുമ്പോ സ്ഥിതിഗതികളിൽ മാറ്റം. മറ്റൊന്ന്, ഇന്ത്യയിലെ പ്രതിപക്ഷം ദുർബലമാണെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? അതൊരു വലിയ ചിരിക്ക് വക നൽകുന്നതാണ്. കോൺഗ്രസിന് 44 സീറ്റ്, UPA 59 പേരെ കണ്ട്, അത് വെച്ചാണ് ഈ പറഞ്ഞത്. പക്ഷേ BJP NDAയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ബാക്കി കുറെ ആളുകളുണ്ട്. അങ്ങനെ പ്രതിപക്ഷം ദുർബലമാവില്ല. അവിടെയാണ് മുലായം സിംഗ് യാദവ് ഇന്നലെ തേങ്ങിയത്. ഇവൾ അഖില പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ എന്ത് പറയും മിസ്റ്റർ മുലായം? താങ്കൾ ഇത് ആലോചിക്കേണ്ടത് ഇന്നല്ല മുലായം, താങ്കൾ ഇത് ആലോചിക്കേണ്ട തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. തന്റെ പേരക്കുട്ടികളെയെല്ലാം ലോകസഭയിലേക്ക് അയക്കാൻ മുസ്ലിംകളുടെ ചെലവിൽ പരിശ്രമിച്ച മുലായത്തിന് ഇന്നലെ യോഗത്തിൽ നിന്ന് പറയേണ്ടി വന്നു, മോനെ നീ പോയിട്ട് എന്താണ് ചെയ്യുക പാർലമെന്റിൽ? ഞാൻ ഒറ്റക്ക് നിന്ന് പൊരുതേണ്ടി വരും. ഈ വന്ധ്യവയോധികനായ മുലായം 6 MP-മാരുണ്ട്, 5 പേർക്കും കമായി എന്നും ഉണ്ടാനറിയില്ല. 5 പേരും കുടുംബാംഗങ്ങളാണ്. കുംഭകർണന്മാർ. ഒരു സമാജത്തെ തകർക്കുന്നത് ഇമ്മട്ടില്ല. ഇവിടെ ഡൽഹിയിൽ ഈ പ്രതിപക്ഷ നിരാത്ര വീക്കാകും എന്നാരും ധരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് പ്രാദേശിക പ്രശ്നങ്ങൾ വന്നാൽ ആളിക്കത്തുന്ന ഒരു മനസ്സുണ്ടാവും. ആ മനസ്സ് വരും. വേറൊരു കാര്യം പറയാം. ഇന്ത്യൻ രാഷ്ട്രപതി മുറിവേറ്റ ഒരു വലിയ മനുഷ്യനാണ്. പ്രതിഭാ പാട്ടീൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗിനെ പ്രസിഡന്റാക്കി പ്രണാബ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിലോ? പക്ഷേ പ്രണാബ് ബംഗാളിയാണ്. പ്രണാബ് രവീന്ദ്രനാഥ ടാഗോറിന്റെ നാട്ടിലെ ആളാണ്. പ്രണാബാണ് രാഷ്ട്രപതി. പരിണിത പ്രശ്നവും പ്രത്യുൽപ്പന്ന നദിയും ഉൽപ്പതിഷ്ണുവുമായ ഒരു രാഷ്ട്രപതി ഇവിടെയുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിലെ കോടതികൾ വമ്പിച്ച മാറ്റങ്ങൾക്ക് വിധേയം. കാരണം ലോകം ഒരു വാച്ച് ടവർ, ഒരു സാറ്റലൈറ്റിലൂടെ ഇന്ത്യയിൽ പ്രതിഷ്ഠിക്കുകയും ഒരു ഉപഗ്രഹ പ്രതിഷ്ഠാനം ഉണ്ടാവും, ഒരു വാച്ച് ടവർ ഉണ്ടാകും ഇന്ത്യയുടെ മുകളിൽ. നമ്മളെ അപകീർത്തിപ്പെടുത്താൻ, നമ്മളെ ഭീതിപ്പെടുത്താൻ കഴിയും. അത്തരം ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ കോടതി മുന്നോട്ട് വരും. ഒരു സംശയവും നമുക്ക് വേണ്ട. എന്തിന് ചിലപ്പോൾ ഹൈക്കോടതികൾ പോലും വ്യത്യസ്തമായ വിധി പ്രഖ്യാപനങ്ങളിലൂടെ ഇന്ത്യയുടെ യശസ് രാജ്യത്തിന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചുകൂടായികയില്ല. സുപ്രീം കോടതി സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടനയുടെ അധിഷ്ഠാനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് ഒരു 11-അംഗ ബെഞ്ച് നേരത്തെ വിധിച്ചിട്ടുണ്ട്. അന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞ ഒരു കാര്യം, ഈ 11-അംഗ ബെഞ്ച് പറഞ്ഞൊരു കാര്യം, ഭരണഘടനയിലെ ഓരോ വകുപ്പിനെയും വ്യാഖ്യാനിക്കാൻ പ്രിയാമ്പിൾ കാരണമല്ലെങ്കിലും പ്രിയാമ്പിളിൽ പറഞ്ഞ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞ ആശയങ്ങൾക്കെതിരെ, ഇതിന്റെ അധിഷ്ഠാന രൂപത്തിനെതിരെ പാർലമെന്റിൽ മാറ്റം കൊണ്ടുവരാൻ പാർലമെന്റിന് കഴിയില്ല എന്ന് ഒരു 11-അംഗ ബെഞ്ച് നേരത്തെ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെ, നമ്മൾ വേണ്ടത്, നിങ്ങളിലെ ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, ഞാൻ എന്റെ പ്രശ്നം ചുരുക്കുകയാണ്. ദയവ് ചെയ്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ നിങ്ങൾ നന്നായി വായിച്ച് ദയവ് ചെയ്ത് വസ്തുതാപരമായി
ഒബ്ജക്റ്റീവായി. ഡോണ്ട് ബി സബ്ജക്റ്റീവ് പ്ലീസ്, ബി ഒബ്ജക്റ്റീവ് ഓൾവേസ്. ഇത് മുസ്ലിംകളുടെ പ്രശ്നമല്ല കൂട്ടരെ, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്, ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സദസ്സിലെ ഗ്രാജുവേറ്റ്സിനോടും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഓൺലൈനിലൂടെ ഉപയോഗപ്പെടുത്തി ഒരു ഉയർന്ന സമൂഹത്തെ സൈബർ വേൾഡിൽ കൊണ്ടുവരണം. ദയവ് ചെയ്ത് കൊച്ചു കൊച്ചു വർത്താനം കേൾക്കുമ്പോൾ കൈയെടുക്കുന്ന ഈ മൗഢ്യം നമ്മളൊന്ന് അവസാനിപ്പിക്കണം. നമ്മൾ ദയവ് ചെയ്ത് നമ്മുടെ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കാൻ വെബിൽ ലഭ്യമായ കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഞാൻ എല്ലാവരും പോയി വായിക്കണമെന്ന് പറയാനുള്ള ഒരു വിവരക്കേട് ഞാൻ കാണിക്കുന്നില്ല, എനിക്ക് ആർക്കും കഴിയുന്നില്ല. പക്ഷെ വെബിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ ധാരാളമാണെന്നിരിക്കെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹനീഫിന്റെ പൂപ്പുഞ്ചിരിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ രണ്ട് ചിത്രം ഉണ്ടാവണം. ഒന്ന്, കടാര ഊരിപ്പിടിച്ചു നിൽക്കുന്ന അശോക് മോച്ചി, ഇപ്പുറത്ത് കൈകൂട്ടി നിൽക്കുന്ന കുതുബുദ്ദീൻ അൻസാരി. നമ്മൾ ആ ചിത്രം കണ്ടില്ലെങ്കിൽ ഒരു പെങ്ങളുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവും. ഗർഭവതിയായ ഒരു പെൺകുട്ടി, അവരുടെ വയറ്റിൽ ശൂലമിറക്കി ആ ശരീരബിംബം പുറത്തെടുക്കുന്ന ഈ കിരാതത്വമുണ്ടല്ലോ, ആ കിരാതത്വം ഇന്ത്യയുടെ പ്രകൃതമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. അത് ഇന്ത്യയുടെ അപവാദമാണ്. ആ അപവാദത്തിനെതിരെ ഇന്ത്യയുടെ മനസ്സുണരാൻ സഹായകമാകും വിധം അച്ചടക്കവും ശാസ്ത്രീയ ബോധവും വസ്തുതാപരമായ വിശകലനവും കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിംകളെയും ഇന്ത്യയിലെ ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന വിധം ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ കൺവെൻഷൻ സഹായകമാവണം. അതിൽ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്